ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സിവിൽ. ഇപ്പോൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എൻജിനീയറിംഗ് ഡ്രോയിങ് എന്ന ടോപ്പിക്കായിരുന്നു ക്ലാസ് ഏകദേശം ടോപ്പിക്കൊക്കെ കവർ ചെയ്ത് നിർത്തിയിരുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഡ്രോയിങ്ങിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് IS കോഡ്സ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിനൊക്കെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുതന്നെ ഇപ്പോൾ വരുന്ന എക്സാംസുകൾക്ക് IS കോഡ്സൊക്കെ മിനിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും IS കോഡിൽ ഉണ്ടായിരിക്കും. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IS കോഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള എൻജിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൽ ഓരോരോ യൂസ് ചെയ്യുന്ന ഓരോ എല്ലാത്തിനും IS കോഡ്സ് ഉണ്ട്. അപ്പോൾ ആ IS കോഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട IS കോഡ്സ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് IS കോഡ്സേ ഉള്ളൂ, കുറച്ച് IS കോഡ്സ് ഉള്ളത്. അത് കൂടുതലും മെറീൻ DRCയിലും അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ള സബ്ജക്റ്റിലാണ് കുറച്ച് കൂടുതലും ഉള്ളത്. പിന്നെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽസിലൊക്കെ ഉണ്ട്, സിമെൻസിൻ്റെയൊക്കെ ഉണ്ട്. അല്ലാതെ ഡ്രോയിങ്ങിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതല്ലാതെ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് പറയുന്ന IS കോഡ് എന്ന് പറഞ്ഞാൽ SP46. നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കോഡാണ് SP46 1988 പഴയ കോഡാണ്. അപ്പോൾ അത് ഈ റിവൈസ് ചെയ്യണം 2003 റിവൈസ് ചെയ്തിട്ടുള്ളതാണ്. 2003 റിവൈസ് എന്ന് പറയുന്നത്. അപ്പം SP46 യൂസ് ചെയ്യുന്നത് കോഡ് ഫോർ സ്കൂൾസ് ആൻഡ് കോളേജസ്. സ്കൂൾസിലും കോളേജിലൊക്കെ യൂസ് ചെയ്യുന്ന കോഡാണ് SP46 എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്തത് IS 696. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജനറൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന IS കോഡാണ് IS 696. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഷീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് IS 10711 1983 2001 റിവൈസ്ഡ്. അപ്പം 10711 എന്ന് പറയുന്നത് ഡ്രോയിങ് ഷീറ്റിൻ്റെ IS കോഡാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. 10711 എന്ന് പറയുന്നത് അത് റിവൈസ് ചെയ്ത ഇയറാണ് 2001. ഇയർ പഠിച്ചില്ലെങ്കിലും ആ ഫസ്റ്റ് IS കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു 10711 അങ്ങനെയുള്ള ആ ഒരു ഫസ്റ്റ് നമ്പറെങ്കിലും പഠിച്ച് വയ്ക്കുക. ഇയർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇയർ പഠിച്ചില്ലെങ്കിലും ആ ഒരു ആദ്യത്തേതെങ്കിലും പഠിച്ച് വയ്ക്കുക, മാക്സിമം ശ്രമിക്കുക. എല്ലാവരും ഏകദേശം ഇനി അങ്ങോട്ട് തട്ടുമ്പോൾ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ഇയേഴ്സ് എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള IS കോഡുകളാണ്. അപ്പോൾ അത് കണക്ഷനെ വെച്ച് പഠിച്ചു തുടങ്ങുക. ഡ്രോയിങ് ഷീറ്റിൻ്റെ 10711 ആണ്. അടുത്തതായിട്ട് ഡ്രോയിങ് ബോർഡാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള സ്ഥിരം ചോദിക്കുന്ന ഒരു IS കോഡാണ് IS 1444. ഡ്രോയിങ് ബോർഡിൻ്റെ IS കോഡ്. ഏകദേശം ഇനിയുള്ള ഇയറൊക്കെ ഏകദേശം സെയിം ആണ്, 1989 ഇയർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ഫസ്റ്റ് IS കഴിഞ്ഞിട്ട് പറയുന്ന ആ ഒരു 4 ഡിജിറ്റ് അല്ലെങ്കിൽ 5 ഡിജിറ്റ് ആ ഒരു നമ്പർ, ചിലപ്പോൾ 3 ഡിജിറ്റ് ആയിരിക്കും. അപ്പം ആ നമ്പർ പഠിച്ച് വയ്ക്കുക. IS 1444 IS കോഡ് ഫോർ ഡ്രോയിങ് ബോർഡ്. അടുത്തതായിട്ട് T² ആണ്. T² IS 1360 1989. ഡ്രോയിങ് ബോർഡിൻ്റെയും T²ൻ്റെയും ഇയർ സെയിം ആണ്, IS 1360 1989. അപ്പോൾ അടുത്തതായിട്ട് IS 1361 1980. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ IS 1360 ആണ് T²ൻ്റെ. അപ്പം അത് കഴിഞ്ഞ് അടുത്ത ഇയർ വരുന്ന അടുത്ത കോഡാണ് IS 1361. പഠിക്കാൻ എളുപ്പമാണ്, അടുപ്പിച്ചുള്ളതാണ് IS കോഡാണ്. അപ്പോൾ Z²ൻ്റെ IS 1361 1988. നിമി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന Z²ൻ്റെ IS കോഡാണ് 1361. ബാക്കി അതർ ബുക്സ് എല്ലാ ബുക്സിലും ബാക്കി ഏത് ബുക്സ് എടുത്താലും കൊടുത്തിരിക്കുന്ന IS കോഡ് IS 1561 ആണ് പറയുന്നത്. IS 1561 2023. അതാണ് ബാക്കി ടെക്സ്റ്റ് ബുക്സിലൊക്കെ പറഞ്ഞിരിക്കുന്ന IS കോഡ്സ്. Z²ൻ്റെ IS കോഡ്സ് IS 1561 ആണ്. പക്ഷേ നിമിയിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് IS 1361. രണ്ട് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കാൻ സിമ്പിളാണ്. 1361 കഴിയാൻ പിന്നെ 3 കഴിയാൻ അടുത്ത് 2 ഡിജിറ്റ് മാറി 1561. ബാക്കിയൊക്കെ അതാണ്, ആ രണ്ടാമത്തെ വാല്യൂ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പഠിച്ച് വയ്ക്കുക. കൂടുതലും സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് ഓവർസീസ് എക്സാംസിനൊക്കെ കൂടുതലും നിമിയുടേതായിരിക്കും ഫോളോ ചെയ്യുന്നത്. പിന്നെ വലിയ AE പോലുള്ള എക്സാംസിനൊക്കെ ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിലെ എല്ലാം ഫോളോ ചെയ്ത് വരുന്നത്. അപ്പം ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്, ഓപ്ഷൻസിൽ നമ്മൾക്ക് ആപ്റ്റായിട്ട് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെയാണ് നമ്മൾ ആൻസറൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻസിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ പഠിച്ച് വയ്ക്കുക. ഓവർസിയറാണെങ്കിൽ എക്സാംസിനൊക്കെ സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് ഓവർസിയർ ആണെങ്കിൽ 1361 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. അടുത്തായിട്ട് സ്കെയിലാണ്. സ്കെയിലിൻ്റെ IS കോഡാണ് 10713 സ്കെയിൽ.
IS 10713. അത് കഴിഞ്ഞ് ലയൻസാണ് ചോദിച്ചിട്ടുള്ളതാണ്. ലയൻസിൻ്റെ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം 10711 നമ്മൾ പഠിച്ചു ഷീറ്റ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് കണക്ട് ചെയ്ത് പഠിക്കേണ്ട അടുത്ത 2 IS കോഡാണ് സ്കെയിലിൻ്റെതും ലൈനിൻ്റെതും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അതാണ് കുറച്ചുകൂടി IS കോഡ്സ് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം. ആ ഒരു മെത്തേഡാണ്. അപ്പം IS 10713 സ്കെയില്, IS 10714 ലയൻസിൻ്റെതാണ് IS കോഡ്. അത് ലയൻസിൻ്റെ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡാണ്. നെക്സ്റ്റ് ലെറ്ററിങ്ങിൻ്റെ IS 9609 അതും ചോദിച്ചിട്ടുള്ളതാണ്. IS 9609 ആണ് ലെറ്ററിങ്ങിൻ്റെ IS കോഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് ഡയമെൻഷനിങ്. നമ്മൾ യൂണി ഡയറക്ഷണൽ ഡയമെൻഷൻ, അലൈൻ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പോർഷൻസാണ്. അപ്പോൾ ഡയമെൻഷനിൽ വരുന്ന ഒരു IS കോഡാണ് IS 11669. അതും പഠിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് ഫോൾഡിങ് ഓഫ് ഡ്രോയിങ് ഷീറ്റാണ്. നമ്മൾ ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യണേ A4 ഷീറ്റായിട്ടൊക്കെ ഫോൾഡ് ചെയ്യുന്ന നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ വലിയൊരു ഷീറ്റിലാണ്. അപ്പോൾ ക്ലാസ്സിൽ ചെയ്യുന്ന നമ്മൾ അവസാനം A4 ഷീറ്റിലോട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മൾ ഫയൽ ചെയ്ത് ക്യാബിനറ്റിലൊക്കെ കീപ്പ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് A4 അതാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഒരു ഫയലിങ്ങിൻ്റെ ആ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ A4 സൈസാണ്. അപ്പം അങ്ങനെ ഫോൾഡൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി, അതിന് ഒരു IS കോഡുണ്ട്. 11664 ആണ്. ഡയമെൻഷനിങ്ങും ഏകദേശം അടുത്തുള്ള വാല്യൂ ആണ്, അടുത്തടുത്തുള്ള. അപ്പോൾ അതങ്ങനെ നോക്കി പഠിക്കുക. IS 11664. ഇയർ ഡിഫറൻസ് ഉണ്ട്. ഇയർ ഇപ്പോൾ പഠിച്ചില്ലെങ്കിലും ഫസ്റ്റ് ആ ഒരു 5 ഡിജിറ്റ് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. IS 11664 ആണ് ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നതിൻ്റെ IS കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുറച്ച് IS കോഡ്സ് മാത്രമേ ഉള്ളൂ. എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും IS കോഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ഡ്രോയിങ് സബ്ജക്റ്റിൽ നിന്നും IS കോഡിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് IS കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നന്നായി പഠിക്കുക. വരുന്ന വീഡിയോസിൽ അടുത്ത സബ്ജക്റ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റേതായ ഇപ്പോൾ IS കോഴ്സ് ഒക്കെ അതും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും വരുന്ന എക്സാമിന് ജൂൺ മുതൽ എക്സാംസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വരുന്ന എക്സാംസിന് എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.